പാചകവാതകം ഗ്യാസ് എന്ന് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 കമ്പനികളാണ് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യൻ, ഒന്ന് HP, ഒന്ന് മറ്റേ ഭാരത്. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഗ്യാസ് സംബന്ധമായിട്ട് നമ്മളിപ്പോൾ ഒരു വാർത്ത കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സബ്സിഡി പിന്നെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി 30,000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സബ്സിഡി ലഭിക്കണമെന്നുണ്ടെങ്കിൽ EKYC പൂർത്തിയാക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അപ്പോൾ EKYC പൂർത്തിയാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് നല്ല തിരക്കും ക്യാമ്പയിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ EKYC പൂർത്തിയാക്കുവാനായി പോവുകയുണ്ടായി. കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കുറേ ആൾക്കാർ അത് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ സബ്സിഡി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു വിവരം എന്ന് പറഞ്ഞാൽ, സാധാരണ ഉള്ള ഉപഭോക്താക്കൾക്ക് ഈ പറഞ്ഞ പോലെ സബ്സിഡി കിട്ടുന്നത് ഈ പറഞ്ഞ EKYC പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന എന്ന് പറഞ്ഞൊരു സ്കീമാണ് BPL അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗ്യാസിൻ്റെ സബ്സിഡി കൊടുത്തു വരുന്ന ഒരു സ്കീമാണ്. അതിൽ 300 രൂപയാണ് ഈ പറഞ്ഞ BPL ഉപഭോക്താക്കൾക്ക് സബ്സിഡിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സബ്സിഡി ഇനിയും മുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും EKYC ചെയ്യണം എന്നൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ EKYC 2026 മാർച്ച് 31 മുമ്പായിട്ട് എല്ലാ ഗ്യാസിൻ്റെ ഉപഭോക്താക്കളും ഇത് പൂർത്തീകരിക്കണം എന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഉജ്ജ്വൽ യോജന എന്ന സ്കീമിൽ ഗ്യാസ് ലഭിക്കുന്ന ഉപഭോക്താക്കൾ. അപ്പോൾ അത് നിങ്ങൾ ഇന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ ഉള്ള നമ്മുടെ ക്യാമ്പയിനിലും മറ്റും ലാസ്റ്റ് ദിവസങ്ങളിൽ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ ഈ EKYC ചെയ്യാൻ സാധിക്കും. ഇത് കുറേ റഷ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം, ഈ ആധാറും അതിലുമായിട്ടുള്ള കോംപ്ലിക്കേഷൻസും നിമിത്തം ഒട്ടുമിക്കവാറും കേസുകൾ വർക്കാവില്ല. പിന്നെ ഇത് അവിടെ നമ്മൾ ഗ്യാസ് എവിടെ നിന്നാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടെ പോകേണ്ടതായിട്ട് വരുന്നു, അവിടെ സെർവർ കിട്ടാതിരിക്കുന്നു, തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ സമയം കളയാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ EKYC ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ അത് നമുക്ക് ഫോണിലൂടെ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ചില സമയത്ത് അത് വർക്കിംഗ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഈ പറഞ്ഞ പോലെ EKYC ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ EKYC ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ EKYC ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആധാറിൽ ഫോൺ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം, നിങ്ങളുടെ ലാസ്റ്റ് ലഭിച്ച ഗ്യാസിൻ്റെ ഒരു ബില്ല് വേണം, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്യാസിൻ്റെ ബുക്ക്, ഇത്രയും സാധനങ്ങളുമായിട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ EKYC നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ EKYC ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വൈകുന്നേരങ്ങൾക്ക് ശേഷം വരുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ രാവിലെയൊക്കെ സെൻറ്ററിൽ ഒരുപാട് തിരക്കായിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് നിരവധി കസ്റ്റമേഴ്സ് അന്വേഷിച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നമ്മുടെ സെൻറ്ററിൽ വരും. അപ്പോൾ അവർക്കെല്ലാം നമ്മളൊരു അപ്പോയിൻമെൻറ്റ് ടൈം കൊടുത്താണ് അവരെ നമ്മൾ സെൻറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിൽ മറ്റുള്ള കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ ടൈം കിട്ടില്ല. കാരണം വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എങ്ങനെ ചെയ്ത് കിട്ടാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ സെൻറ്ററിലേക്ക് ആളുകൾ വരുന്നത്. പല അക്ഷയ കേന്ദ്രങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ചെയ്തിട്ട് കിട്ടാൻ പറ്റാത്ത കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ പന്തളം, പത്തനംതിട്ട, ഈ പറഞ്ഞ പോലെ ഈയിടെ കോട്ടയത്തു നിന്ന് വരെ ആളുകൾ വന്നു. അപ്പോൾ അങ്ങനൊരു സംഭവം ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഞാൻ ഇവർക്കെല്ലാം ഓരോ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രത്യേകം ടൈമിൽ അവർ വിളിച്ചു ചോദിച്ചിട്ടാണ് നമ്മുടെ സെൻറ്ററിൽ എത്താറ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ലേറ്റായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ഓരോരുത്തർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തേക്കുന്നതനുസരിച്ചിട്ട് ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കലി ഉള്ള കസ്റ്റമേഴ്സ് അവർ ആ ടൈമിൽ വരുമ്പോൾ ചിലപ്പോൾ അവിടെ കാണാൻ ചാൻസ് ഇല്ല. ആ സമയത്തായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ ഇവർ ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആളുകൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം വെച്ചാൽ അവർ ദൂരത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്തുള്ള ആളുകളൂടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവർക്ക് നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം കൊടുക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 3:30-4 ആവുന്ന ഉടനെ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും.
കാര്യം എന്ന് പറഞ്ഞാൽ KYC ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലെ തന്നെ നമ്മൾ 3-4 മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ K-സ്മാർട്ടിൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മളത് പകുതി ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് കസ്റ്റമറെ വിടുന്നത്. അപ്പോൾ ആ കസ്റ്റമർ ഈ രാവിലെ വരുമ്പോൾ ആ സമയം തന്നെ അടുത്ത ആൾ KYCക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ടൈം വേണം കൃത്യമായിട്ടുള്ള. അപ്പോൾ ഞാനത് എപ്പോഴും നമ്മളെ വിളിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ വന്ന് നമ്മുടെ സെൻറ്ററിൽ വന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്കായി വീണ്ടും കാത്തിരിക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.